ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ കുഞ്ചു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യലായിട്ട് വന്നത് ഉറട്ടിയും മുട്ടക്കറിയും ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ചു തിരിച്ച് ക്ലാസ്സിലേക്ക് പോയായിരുന്നു. കുഞ്ചിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ പോയ സമയത്ത് കുഞ്ചു അവിടെ നടക്കുന്ന പണിയുടെ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ അവിടെ ബാത്റൂമിൻ്റെ ടൈൽസിൻ്റെ പണിയാണ് നടക്കുന്നത്. ആ സമയത്ത് ആദ്യം നമുക്കൊരു ഫ്രഷ് ലൈം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോറ് കഴിക്കാനുള്ള സമയമായി. ചോറിന് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് നല്ല ചേരിച്ചോറ്, മീൻ പൊരിച്ചത്, മുട്ട, പപ്പടം, സാമ്പാർ, പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. അങ്ങനെ ചോറ് കഴിച്ചിട്ട് ഞാൻ മയിലക്കോണത്ത് പോയേ. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ. സത്യം പറഞ്ഞാൽ തുമ്പി പിണങ്ങി നിൽക്കുകയാണ് ഗൈസ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ തുമ്പിയെ ലേസൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയതിൻ്റെ ദേഷ്യമാണ്. കാരണം വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് നമ്മൾ മുസാവരിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തുമ്പിയെ കൊണ്ടുപോകാത്തതുകൊണ്ടാണ് തുമ്പി എങ്ങനെ നിന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ സ്ഥലത്താണ് നമ്മൾ കാർ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒരു കാർ പോച്ചായിട്ട് ഉദ്ദേശിക്കുന്ന ഈ സ്ഥലത്താണ്. ഇപ്പോൾ നിലവിൽ അകത്ത് പെയിൻറ്റിങ് പണിയും ടൈൽസിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് സാധനങ്ങൾ വയ്ക്കാൻ ഇപ്പോൾ നിലവിൽ വേറെ സ്ഥലമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ സ്ഥലത്താണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് തുമ്പിയോട് നമ്മൾ പേര് ചോദിക്കുന്ന സമയത്ത് തുമ്പിയുടെ പേര് അയറു എന്നാണ്. പക്ഷെ തുമ്പി പറയും, തുമ്പി ആ പേര് പറഞ്ഞു വരുമ്പോൾ രാജു എന്നായി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനും കുഞ്ചും കൂടെ നമ്മളെ മുകളിലത്തെ നിലയ്ക്ക് കയറിയിട്ടുണ്ടായി. അപ്പം നമ്മളെ മുകളിലത്തെ നിലയിലാണ് എൻ്റെ കുഞ്ചിൻ്റെ റൂമും ഹാളും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പം നിലവിൽ ഇവിടുത്തെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് നമ്മുടെ ഹാളിലും റൂമിലൊക്കെ പെയിൻ്റ് അടിച്ച് ഒന്ന് കുഞ്ചു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒന്ന് നമ്മൾ പെയിൻ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നത്. അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞ പെയിൻറ്റ് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. 2 പെയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. മഞ്ഞയും പച്ചയുമായിട്ട് അടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ അത് കൃത്യമായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുത്ത കറക്റ്റ് പെയിൻറ്റ് തന്നെയാണ് അവർ കൊണ്ടുവന്ന് അടിച്ചു തന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നേ. എന്തായാലും ഈ 2 കളർ വരുന്ന പെയിൻറ്റ് എനിക്ക് കുഞ്ചുവിനും ഒരുപാട് ഇഷ്ടമായി. നമ്മൾ സങ്കല്പിച്ച രീതിയിലുള്ളത് പോലെ തന്നെയാണ് അടിച്ചത്. ഈ കാണുന്നതാണ് നമ്മളെ റൂം. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്മൾ ആ AC ഇരിക്കുന്ന ഭാഗത്ത് മാത്രം നീല അടിച്ചിട്ട് ബാക്കി വൈറ്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കറക്റ്റ് അതുപോലെ ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ പണി പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജനലിലും കൂടെ പെയിൻറ്റ് അടിച്ചാൽ മതിയേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മുസാവരിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുസാവരിയിൽ വന്നതിന് ശേഷം കുഞ്ചു ചോറ് കഴിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ പോയത് പച്ചയില ക്ഷേത്രം കാണാനാണ്. ശരിക്കും നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് അകത്ത് പച്ചക്ഷേത്രത്തിൻ്റെ അകത്തുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അന്ന് ലാസ്റ്റ് ദിവസം ഘോഷയാത്ര ആയത് റോഡിലും ക്ഷേത്രത്തിലൊക്കെ നല്ല തിരക്കായിരുന്നു. കാറിൽ ഇറങ്ങി മാറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്ബടിക്കാൻ മറക്കല്ലേ.